അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചാണ്. നമ്മൾ കുളിക്കുന്നതിലുമുണ്ട് ചില സമയങ്ങളും സമയദോഷങ്ങളും. ചില സമയങ്ങളിൽ നമ്മൾ കുളിച്ചാൽ നമുക്ക് അസുഖങ്ങൾ വരും, അതുപോലെ നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ വരും. അതുകൊണ്ട് അത് വിശദമായിട്ട് പറയാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്തി കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നല്ല ആരോഗ്യവും അതുപോലെ രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിതമാണ്. അതുപോലെ നമുക്കൊക്കെ ആഗ്രഹമുണ്ടാവും നമ്മുടെ ഫേസ് നല്ല ഭംഗിയായിട്ട് പ്രകാശമായിട്ട് നിൽക്കണം. എല്ലാവരുടെയും ആഗ്രഹമാണ് മറ്റുള്ളവരുടെ മുന്നിൽ പോകുമ്പോൾ നല്ല തിളക്കമുള്ള ഫേസായിട്ട് നമ്മുടെ മുഖം കിട്ടാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും. അതിനു വേണ്ടി ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുപാട് യൂട്യൂബിലൊക്കെ കാണുന്ന ഓരോരോ ഫേസ് പാക്കൊക്കെ തേച്ചുകൊണ്ട് തന്നെ ഭംഗി വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. അങ്ങനത്തെവരോടും കൂടിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നമ്മളിൽ പലരും പല സമയങ്ങളിലുമായിട്ട് കുളിക്കുന്നവരുമാണ്. കുളിയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ പകുതി ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. കുളി നമുക്ക് നല്ലതാണ്, എങ്കിൽ പല സമയങ്ങളിൽ നമ്മൾ കുളിക്കാൻ പാടില്ല. കുളിക്കേണ്ട ചില സമയങ്ങളിൽ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും. സ്ത്രീകളുടെ ഒരു സ്വഭാവമായിരിക്കും. അധിക സ്ത്രീകളും സ്ത്രീയിൽപ്പെട്ട തന്നെയാണ് ഞാനും. എന്നാലും ഞാനടക്കമുള്ള എല്ലാ സ്ത്രീകളും നമ്മുടെ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നട്ടുച്ച സമയത്തായിരിക്കും കുളിക്കുന്നുണ്ടാവുക. എങ്കിൽ ഇത് പതിവായിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ കുളിച്ചാൽ നമുക്ക് ഈ ഒരു കുളി ഒരുപാട് ശരീര രോഗങ്ങൾക്ക് കാരണമാവും. കാരണം ഇത് സ്ഥിരമാക്കരുത് എന്നാണ് പറയുന്നത്. എപ്പോഴെങ്കിലും നമുക്ക് ഈ ഒരു സമയത്ത് കുളിക്കണം എന്ന് ഒരു അത്യാവശ്യം വന്നാൽ നമുക്ക് കുളിക്കാം, അതിനെ കൊണ്ടൊന്നും കുഴപ്പമില്ല. എങ്കിൽ നമ്മൾ ഡെയിലി ഒരു നട്ടുച്ച സമയത്ത് നമ്മൾ കുളിക്കുകയാണെങ്കിൽ അത് നമുക്ക് ശരീരത്തിന് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാവും. നല്ല വെയിലുള്ള ആ ഒരു സമയത്ത് നമ്മൾ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് രോഗങ്ങൾ ശരീരത്തിന് ആ ഒരു സമയത്ത് നമ്മൾ കുളിച്ചാൽ വരും. അതുപോലെ നമ്മൾ അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിൽ കുളിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് നീർക്കെട്ട്, അതുപോലത്തെ ഇറക്കം വീഴുക, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരും. ആ ഒരു സമയത്ത് നമ്മൾ കുളിക്കാൻ പാടില്ല. അതുപോലെ മഗ്‌രിബിനും ഇശാഇനും ഇടയിലുള്ള സമയത്ത് നമ്മൾ കുളിക്കാൻ പാടില്ല. കാരണം പിശാച് ഓടി നടക്കുന്ന ഒരു സമയമാണ്. പിശാച് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന സ്ഥലമാണ് ബാത്റൂം. ആ ഒരു സമയങ്ങളിൽ നമ്മൾ ബാത്റൂമിൽ പോയിട്ട് കുളിച്ചു കഴിഞ്ഞാൽ പിശാചിൻ്റെ കെണിയിൽ നമ്മൾ പെടാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് മാക്സിമം ബാത്റൂമിൽ പോകുന്നത് ഒഴിവാക്കുക. നമ്മൾ ആ ഒരു സമയത്ത് കുളി തന്നെ ഒഴിവാക്കുക. ആ ഒരു സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും അത്യാവശ്യം ഘട്ടത്തിൽ കുളിക്കേണ്ടി വന്നാൽ കുളിക്കുക എന്നല്ലാതെ മാക്സിമം ആ ഒരു സമയത്ത് നിങ്ങൾ ബാത്റൂമിൽ അധികം പോവാതിരിക്കുക. പിശാചിൻ്റെ കെണിയിൽ നമ്മൾ പെട്ടാൽ പല അസുഖങ്ങളും നമുക്ക് വരും. പല ജാതിയിലായിട്ട് മാനസിക വിഭ്രാന്തി വരെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മഗ്‌രിബിൻ്റെ സമയത്ത് മക്കളെയൊന്നും പുറത്തിറക്കരുത് എന്ന് പറയുന്നത് കേൾക്കാറില്ലേ പണ്ടുള്ളവർ? അതുപോലെ ആണ് ആ ഒരു സമയത്ത് നമ്മൾ കുളിയും ഒഴിവാക്കണം. വൈകുന്നേരം കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലവേദന, നീർക്കെട്ട്, അതുപോലത്തെ ഓരോരോ അസുഖങ്ങൾ വരും. വൈകുന്നേരവും കുളിക്കാൻ പാടില്ല. ഉച്ചക്കും സ്ഥിരമായിട്ട് കുളിക്കാൻ പാടില്ല. എങ്കിൽ നമുക്ക് മുഖത്തിന് നല്ല പ്രകാശവും നല്ല ആരോഗ്യവും കിട്ടാൻ നിങ്ങൾ രാവിലെ കുളിക്കുക. ഒരു 12 മണിയുടെ മുൻപായിട്ട് കുളിക്കുക. അതുപോലെ സുബഹിക്ക് ശേഷവും സുബഹിക്ക് മുമ്പും കുളിക്കുക. സുബഹിക്ക് ശേഷവും മുമ്പുമുള്ള ആ ഒരു കുളി നിങ്ങൾക്ക് വളരെ ആരോഗ്യം കിട്ടാനും ഒരു സഹായമായിട്ട് തീരും. നമ്മളൊരു ദിവസം ഫുള്ള് ഫ്രഷ് ആയിട്ടിരിക്കും. ആ ഒരു കുളിയിലൂടെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. നമ്മുടെ മുഖം നല്ല പ്രകാശമായിട്ട് മാറും. അള്ളാഹുവിനും റസൂലിനും വൃത്തി ഒരുപാട് ഇഷ്ടമാണ്. വൃത്തിയായിട്ട് നമ്മൾ ശരീരം സൂക്ഷിക്കുക. അതുപോലെ രാവിലെ എണീച്ച് കുളിക്കുമ്പോൾ ആ ഒരു ദിവസം നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് നല്ല ഉത്സാഹവും ഉന്മേഷവും കിട്ടും. അപ്പോൾ ആ ഒരു ദിവസത്തെ എല്ലാ ജോലിയും നമുക്ക് എളുപ്പമായി കിട്ടുകയും ചെയ്യും. നല്ല ആരോഗ്യം കിട്ടുകയും ചെയ്യും. ദിവസം മുഴുവനും നമ്മൾ വൃത്തിയായിരിക്കുകയും ചെയ്യും. സുബഹിയുടെ സമയത്ത് നിങ്ങൾ കുളി സ്ഥിരമാക്കിക്കോളി. എന്നാലും നിങ്ങൾക്ക് മുഖത്ത് നല്ല പ്രകാശമുണ്ടാവും. നിങ്ങൾ നല്ല ഭംഗിയുള്ളവരായിട്ടും നല്ല ആരോഗ്യമുള്ളവരായിട്ട് തീരും. അസുഖങ്ങളൊക്കെ നിങ്ങളെ വിട്ടുപോകും. സുബഹിക്ക് കുളിക്കുമ്പോൾ തണുപ്പാണല്ലോ എന്ന് കരുതിയിട്ട് ഒരുപാട് ചൂടുള്ള വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ചൂട് നേർപ്പിച്ച് ഒരു കുത്തിയ തണുപ്പ് പോയിട്ടുള്ള വെള്ളം നമുക്ക് കുളിക്കാൻ ഉപയോഗിക്കാം. നല്ല ചൂടിൽ നമ്മൾ ഡെയിലി കുളിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് അത് ദോഷം വരും. ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാവും. സ്കിന്നിനൊക്കെ ഒരുപാട് അസുഖങ്ങൾ വരും. നമ്മൾ കുളിക്കുകയാണെങ്കിൽ പച്ചവെള്ളം തന്നെയാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ ഇസ്ലാമിക് വീഡിയോ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്.